ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ഹെയർ സ്കാർഫിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ ബാൻഡ് വെച്ചിട്ട് ചെയ്യുന്ന കൊറിയൻ ഹെയർ സ്കാർഫിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ കെട്ടുന്ന രൂപത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 6 മന്ത് മുതൽ 2 വയസ്സ് വരെയൊക്കെ നമുക്ക് ഇതുപോലെ കെട്ടുന്ന രൂപത്തിൽ ചെയ്തെടുക്കാവും ഒന്നും കൂടി ബെറ്റർ ആവുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ഇതുപോലെ കെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ കെട്ടിവെക്കുന്നതാവും നല്ലത്. 2 വയസ്സിനുള്ള മുകളിലേക്കുള്ള കുട്ടികൾക്ക് നമുക്ക് ഹെയർ ബാൻഡിൽ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സ്മോൾ സൈസായിട്ടുള്ള ഹെയർ ബാൻഡ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്കാർഫ് ഹെയർ ബാൻഡിലും അതുപോലെ തന്നെ ഈ ബാക്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷിമ്മർ നെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിതുപോലെ സ്കാലപ്പ് വർക്ക് വരുന്ന ലേസും എടുക്കുന്നുണ്ട്. ഈ ഓരോ ലേസിനും മീറ്ററിന് 30 രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ചെറിയൊരു ലേസും കൂടെ എടുക്കുന്നുണ്ട്. ഇത് പല റേറ്റിലാണ് വരുന്നത്. 20 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. പല ഡിസൈനിലുള്ള ലേസുകൾ അവൈലബിൾ ആണ്. അപ്പം എല്ലാം ഓഫ് വൈറ്റ് ഈ ഒരു കളറിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഹെയർ ബാൻഡ് വെക്കാതെ ചെയ്യുന്ന സ്കാർഫിലേക്ക് ഈ ഒരു വീതിയുള്ള ലേസാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് മീറ്ററിന് നമുക്ക് 50 രൂപയൊക്കെ വരുന്നത്. ഹെയർ ബാൻഡ് ഇതുപോലെ സ്റ്റീലിൻ്റെ ഹെയർ ബാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്യുന്ന രീതി ഈ ഒരു ക്ലോത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുട്ടികളുടെ ലെങ്ത് അനുസരിച്ചാണ് കേട്ടോ ഇവിടെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 വയസ്സായ കുട്ടികൾക്കുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ എത്രയാണോ ലെങ്ത്ത് വരുന്നത് അങ്ങനെ നമുക്ക് അളവെടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. അവിടുന്ന് താഴേക്ക് 2 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് മടക്കി തയ്ക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്താണ് നോക്കേണ്ടത്. ഞാനിവിടെ 2 ഇഞ്ചസ് ഇവിടെ മടക്കി തയ്ക്കാൻ നമുക്ക് അവിടെ പോവും. അപ്പോൾ അവിടുന്ന് താഴേക്ക് ഒരു 10 ഇഞ്ചസാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, 2 വയസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ചസാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചസും ഇവിടെ 11 ഇഞ്ചസും ടോട്ടൽ 13 ഇഞ്ചസാണ് ഞാൻ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് ഇതുപോലെ ഒരു കർവായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെഷർമെൻറ്റ്സ്. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സ്കാർഫിൻ്റെ പ്രത്യേകത ഇത് കൂടി പോയാലും ബോറാകും, അതുപോലെ കുറഞ്ഞു പോയാലും അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഷിമ്മർ നെറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി തേക്കണം. 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ 2 സൈഡും ആദ്യം ഞാനൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഈ 2 സൈഡും മടക്കി തയ്ച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു സ്കാർഫിൻ്റെ താഴെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ആ ഒരു ഭാഗമാണ് ഇനി മടക്കി തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷിമ്മർ നെറ്റാണ് കേട്ടോ. നെറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. മടക്കി തയ്ക്കണമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് തന്നെയാണ്. എന്നാലും ആ ഒരു ഭാഗം നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ തയ്യൽ തുമ്പൊക്കെ മടക്കി തയ്ച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്കാർഫിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചസ് എടുത്തത് ഒരു 11-10 ഇഞ്ചസായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അത്ര തന്നെ മതിയാവും കേട്ടോ ഈ ഒരു 2 വയസ്സായ കുട്ടികളുടെ സ്കാർഫ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഈ ഒരു 10-11 ഇഞ്ചസിലാണ് ചെയ്യുന്നത്. പിന്നെ 5 മുതൽ 5, 6, 7 ഒക്കെ നമുക്ക് 12 ഇഞ്ചസിൽ ചെയ്തെടുക്കാം. 7ൻ്റെ മുകളിലേക്ക് നമുക്ക് 13-14 ഇഞ്ചസായിട്ട്, 10 വയസ്സൊക്കെ ആണെങ്കിൽ 14 ഇഞ്ചസാണ് ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ ലെങ്ത്തിലേക്ക് നമ്മൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2-3 ഇഞ്ചസ് എക്സ്ട്രാ തയ്യൽ തുമ്പിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. വിടുത്തും ലെങ്ത്തൊക്കെ നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക. കൂടുതൽ തൂങ്ങിപ്പോയാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ നമ്മൾ വിടുത്തെടുക്കുമ്പോൾ ഒരു ചെവിൻ്റെ അവിടുന്ന് മറ്റേ ചെവിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഹെയർ ബാൻഡ് വെക്കുന്ന അതിലൂടെ ഒരു മെഷർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സ് കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ വന്നിട്ടുള്ള ത്രെഡിനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരുന്ന ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഹെയർ ബാൻഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഹെയർ ബാൻഡ് വെക്കാനാണ് ഈ ഒരു ഏരിയ വരുന്നത്. എന്നാലും ആ ഒരു ഭാഗം തിക്നെസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് ഈ ഒരു സ്കാലപ്പ് വർക്ക് വരുന്ന ഒരു ലേസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്.
ഇതിൻ്റെ മീറ്റർ പ്രൈസ് 25 റുപ്പീസായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി തയ്ക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്ത് മാറ്റൊന്നും വേണ്ട. ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് മറിച്ചിട്ടെടുക്കാനും ഈസിയാണ്. എന്നിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ളത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിൻ്റെ 2 സൈഡിലും ഒരു വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. കെട്ടുന്ന രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വള്ളി ഞാനിവിടെ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഷിമ്മർ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആ ഗ്യാപ്പിലേക്ക് നമുക്ക് ആ ഒരു വള്ളിയെ ഒന്ന് തള്ളി കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് തള്ളി കൊടുത്തിട്ട് ആ ഭാഗം അതിൻ്റെ എഡ്ജ് ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഭാഗം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 സൈഡിലും ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഹെയർ ബാൻഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എഡ്ജൊന്നും കാണാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ 2 സൈഡിലും വള്ളിയെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് കുറച്ചധികം വീതിയിൽ വരുന്ന ലേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാത്ത രൂപത്തിൽ ഇതുപോലെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഹെയർ ബഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ലേസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ലേസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ മീറ്ററിന്. അപ്പോൾ നമുക്ക് ആ ഒരു ഹെയർ ബഞ്ച് വെക്കുന്ന അത്രയും ഏരിയയാണ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്കാർഫിൻ്റെ എഡ്ജ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിലൂടെയും ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീതിയുള്ള ലേസ് ഇഷ്ടമല്ലാത്തവർക്ക് വീതി കുറഞ്ഞ ലേസും അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്കാർഫിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് തയ്ച്ച് വന്നപ്പോൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ചെവിൻ്റെ അതിലൂടെ ബാക്കിലേക്ക് കെട്ടി കൊടുക്കുക, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും താടിയുടെ അങ്ങോട്ടും കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ബോവും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോവും കൂടി ഇതിലേക്ക് വന്നപ്പോൾ സ്കാർഫിൻ്റെ ലുക്ക് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാർഫ് വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.